മനുഷ്യ ജന്മം കിട്ടിയിരിക്കുന്ന ഈ അവസരത്തിൽ ഓരോരുത്തർക്കും പുഴുവിനെ പോലെ ഇഴഞ്ഞ് ജീവിക്കാം. അതല്ലെങ്കിൽ ഒരു പക്ഷിയെപ്പോലെ ഒരു കൊമ്പിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിൽ നിന്ന് മറ്റൊരു വൃക്ഷത്തിലേക്ക് പറന്നുയരുന്നത് പോലെ പറന്നുയരാം. രണ്ടും നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. ഈ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ സാധാരണ മനുഷ്യരെ പോലെ ലൗകിക കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് കൂടുതൽ സുഖസൗകര്യങ്ങൾ ആർജിച്ച് എങ്ങനെയെങ്കിലും ജീവിച്ച് അവസാനം മരിക്കുന്നതാണ് പുഴുവിനെ പോലെ ഇഴഞ്ഞു ജീവിക്കുന്ന ചര്യ. മറ്റത് ഒരു വൃക്ഷത്തിൽ നിന്ന് മറ്റൊരു വൃക്ഷത്തിലേക്ക് പറന്നുയരുന്നത് പോലെ തന്നിലെ ഞാനിൽ നിന്ന് തന്നിലെ താനിലേക്ക് ഏതൊരാളാണോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉദ്ധരിപ്പിക്കാൻ സാധിക്കുന്നത്, ഉയർത്താൻ സാധിക്കുന്നത്, അയാൾ ജനിമൃതികളില്ലാത്ത മോക്ഷപ്രാപ്തിയിലേക്ക് ഉയരും. ഇത് രണ്ടും ഓരോ മനുഷ്യനും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി സ്വീകരിക്കാവുന്നതാണ്, അനുവദിച്ചിട്ടുള്ളതാണ്. അത് അറിയാതെയാണ് നമ്മിൽ പലരും ജനിച്ച് ജീവിച്ച് മരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കേൾക്കാനുള്ള അവസരം കിട്ടിയിരിക്കുന്നു. കേട്ടുകഴിഞ്ഞാൽ ഏതാണ് നല്ലത് എന്ന് സ്വബോധത്തോടുകൂടി തീരുമാനത്തിലെത്തി അത് സ്വന്തം ജീവിതത്തിൽ നടപ്പിൽ വരുത്തണം. അതിന് നിങ്ങളുടെ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ യാതൊരു പോറലുമുണ്ടാക്കില്ല, യാതൊരു കഷ്ടപ്പാടുമുണ്ടാക്കില്ല, യാതൊരു വേദനകളും ഉണ്ടാക്കില്ല, അസൗകര്യങ്ങളും ഉണ്ടാക്കില്ല, നാശനഷ്ടങ്ങളും ഉണ്ടാക്കില്ല, ലാഭം മാത്രം. എന്താ വേണ്ടത്? നിസ്സാരം, വളരെ നിസ്സാരം. തിരിച്ചറിവിലൂടെ ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ ഔസേപ്പോ ബഷീറോ അല്ല. ഞാൻ നാമരൂപരഹിതമായി ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈ ശരീരത്തിലെ ജാഗ്രത അവസ്ഥയെയും സ്വപ്നാവസ്ഥയെയും സുഷുപ്തി അവസ്ഥയെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിലെ സർവ്വതിനും സാക്ഷിയായിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, ആ ബോധസ്വരൂപം, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും ആ ഉറക്കത്തിനും സാക്ഷിയായിരിക്കുന്ന ആ ബോധസ്വരൂപം, ആ സാക്ഷി ചൈതന്യം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് തിരിച്ചറിഞ്ഞ് ആ ബോധത്തിൽ, ആ ഭാവത്തിൽ ആരാണോ ഈ ശരീരത്തിൽ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുന്നത്, അതാണ് ഞാൻ പറഞ്ഞ സ്ഥാനത്തേക്ക് എത്തുന്നതിനുള്ള ഒരേ ഒരു മാർഗം. വേറെ ഒരു മാർഗവുമില്ല സ്വാമി, വേറെ ഒരു മാർഗവുമില്ല. ജ്ഞാനത്തിലൂടെ അല്ലാതെ ആ മോക്ഷം കിട്ടുകയില്ല. കാരണം എന്താണ്? അത് കിട്ടേണ്ടതായിട്ടുള്ളതേ അല്ല, കിട്ടപ്പെട്ടിരിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും മോക്ഷപ്രാപ്തിയിലിരിക്കുകയാണ്. പക്ഷേ നിങ്ങളെ ആ നിലയിലേക്ക് ഉയരാൻ അനുവദിക്കാതെ താഴെ അധോമുഖരായിട്ട് ഞാൻ ഭാവത്തിൽ നിങ്ങളെ തളച്ചിട്ടിരിക്കുകയാണ്. സത്സംഗത്തിലൂടെ ഗുരുകൃപയാൽ ഏതൊരാളാണോ അതിനെക്കുറിച്ച് കേൾക്കുന്നത്, അറിയുന്നത്, അതറിയുന്ന നിമിഷം തന്നെ യോഗ്യതയുള്ള ആളുകൾക്ക് അതിലേക്ക് ഉയരാൻ സാധിക്കും. ഒരു സമയം പോലും കാത്തിരിക്കേണ്ടതായിട്ടില്ല, ഒരു ക്ഷണം പോലും കാത്തിരിക്കേണ്ടതായിട്ടില്ല. ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അതാണ് എന്ന് കേട്ട് അറിഞ്ഞ് അതിലേക്ക് ജ്ഞാനനേത്രം തുറക്കുകയാണെങ്കിൽ, ജ്ഞാനനേത്രം തുറക്കണം, അറിവാകുന്ന മിഴി തുറക്കണം. അത് തുറക്കുന്നതിന് വേണ്ടിയാണ് സത്സംഗം. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
അതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1000 വർഷമായിട്ട് അടച്ചിട്ടിരിക്കുന്ന ഒരു മുറിയിൽ ദീപം കൊളുത്തിയാൽ ആ ഇരുട്ട് മാറുന്നതിന് 1000 വർഷം കാത്തിരിക്കേണ്ട കാര്യമില്ല. വിളക്ക് കൊളുത്തുന്ന നിമിഷം പ്രകാശം പരക്കും. അതുപോലെ ജന്മജന്മാന്തരങ്ങളായിട്ട് ഞാൻ ഭാവത്തിൽ അജ്ഞാനത്തിൽ കഴിഞ്ഞുകൂടുന്ന നിങ്ങൾക്ക് ഇത് കേൾക്കുന്ന നിമിഷം തന്നെ അതിലേക്ക് ബോധവാനാകുന്നു എങ്കിൽ ബോധവാനാകണം. വെറുതെ കേട്ടതുകൊണ്ട് കാര്യമില്ല. കൃഷ്ണഭഗവാന്റെ മുമ്പിലിരുന്ന് നേരിട്ട് കേട്ടാലും ആദിശങ്കരാചാര്യ സ്വാമികളുടെ മുമ്പിൽ നിന്ന് നേരിട്ട് കേട്ടാലും ക്രിസ്തുവിൽ നിന്ന് കേട്ടാലും ഇതിനെക്കുറിച്ച് നിങ്ങൾ ബോധവാനായി നിങ്ങളുടെ ജ്ഞാനനേത്രം നിങ്ങളിൽ തുറക്കാത്തിടത്തോളം കാലം ആ പ്രാപ്തി കൈവരുകയില്ല, ഉറപ്പ്. അതുകൊണ്ട് ഈ കാതിൽ കൂടി കേട്ട ഈ കാതിൽ കൂടി അങ്ങ് വിടുകയല്ല വേണ്ടത്. കേട്ട കാര്യത്തിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിക്കണം, അതിനെ നിങ്ങൾ സ്വീകരിക്കണം. ഏതു പ്രകാരമാണോ ഉറക്കമുണർന്നു കഴിഞ്ഞാൽ ഉറക്കത്തിൽ സ്വപ്നദേഹത്തിൽ ഏതു പ്രകാരമാണോ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് അതുപോലെ ജാഗ്രത അവസ്ഥയിലേക്ക് വരുമ്പോൾ സ്വപ്നദേഹത്തെ ഉപേക്ഷിച്ച് ജാഗ്രത് ദേഹത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ ജാഗ്രത അവസ്ഥയിൽ ജാഗ്രത് ദേഹത്തിൽ ഇരുന്നു കൊണ്ട് ആ ആധ്യാത്മിക ദേഹത്തിലേക്ക് ആത്മദേഹത്തിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിക്കണം. നിങ്ങൾ കൂടുവിട്ട് കൂടുമാറുന്നത് പോലെ ഈ ജാഗ്രത് ശരീരത്തിൽ നിന്ന് ആ ആത്മശരീരത്തിലേക്ക് മാറണം. ദാറ്റ് ഈസ് മോക്ഷമാർഗം. അത് സാധ്യമാകുമോ സ്വാമി? എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല? ഇത് കേൾക്കുന്ന നിമിഷം തന്നെ ഏതൊരാളിനാ മനസ്സിലാകാതിരിക്കുന്നത്? ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അതെന്തോ ആണ്. അതല്ലേ പറഞ്ഞത്? ഈ ജാഗ്രത അവസ്ഥയ്ക്കും സാക്ഷിയായിട്ട്, സ്വപ്നാവസ്ഥയ്ക്കും സാക്ഷിയായിട്ട്, സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിട്ട്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ഉറക്കത്തിനും സാക്ഷിയായിട്ടിരിക്കുന്ന ആ ബോധസ്വരൂപം, ആ സാക്ഷി ചൈതന്യം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ എന്നല്ലേ നിങ്ങൾ കേൾക്കുന്നത്? ഇതല്ലേ നിങ്ങളിലെ യഥാർത്ഥ ഞാൻ? അത് കേട്ട് എപ്പോഴാണോ നിങ്ങൾക്ക് തോന്നുന്നത് യെസ് സ്വാമി മനസ്സിലായി, അതാണ് ഞാൻ, എന്നിലെ യഥാർത്ഥ ഞാൻ, അതാണ് താൻ എന്ന് സ്വയം ബോധിച്ച് ആ ഭാവത്തിലേക്ക് എന്നാണോ നിങ്ങൾ കൂറുമാറുന്നത്, ചേക്കേറുന്നത്, അന്നു മാത്രമേ നിങ്ങൾക്ക് ആധ്യാത്മികതയിലേക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ. വളരെ നിസ്സാരം, ഒരു ചെലവുമില്ല, ഒന്നും ഉപേക്ഷിക്കേണ്ട. ഭാര്യയെ കളയണ്ട, ഭർത്താവിനെ കളയണ്ട, ഉദ്യോഗം കളയണ്ട, ഒന്നും കളയണ്ട. ഞാൻ സന്യാസം സ്വീകരിച്ചപ്പോൾ ഒരാൾ എന്നെ കാണാൻ വന്നിരുന്നു. സ്വാമി ജോലി ഉപേക്ഷിക്കണം, രാജി എഴുതി തരണം, കടലാസുമായിട്ട് എൻ്റെ അടുത്ത് വന്നു. എന്തിനാ രാജിവെക്കുന്നത്? എന്തിനാ ജോലി ഉപേക്ഷിക്കുന്നത്? ആ ജോലിയിലിരുന്നു കൊണ്ട് തന്നെ, ഭാര്യയോടൊപ്പം ജീവിച്ചു കൊണ്ട് തന്നെ, മക്കളോടൊപ്പം ജീവിച്ചു കൊണ്ട് തന്നെ, ഈ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ ഉള്ളിൽ എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, ആ ബോധസ്വരൂപം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് ഗ്രഹിച്ച് സ്വയം ബോധിച്ച് അതിനെ കാണാതെ കാണണം. യെസ് എനിക്ക് മനസ്സിലായി, ഐ എം ദാറ്റ്. ജാഗ്രത അവസ്ഥയിലെ ഈ ജാഗ്രത അഭിമാനിയായ വിശ്വനെയും കണ്ടുകൊണ്ട് ആ വിശ്വനും സാക്ഷിയായിട്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യം, അതുപോലെ കഥകളി നടക്കുമ്പോൾ കളിവിളക്ക് ഏതു പ്രകാരമാണോ കളിക്കാരെയും മേളക്കാരെയും പാട്ടുകാരെയും സദസ്യരെയും ഒക്കെ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്,
ആ കളി കഴിഞ്ഞാൽ അവരെല്ലാം പിരിഞ്ഞു പോയി കഴിഞ്ഞ് ആരുമില്ലാത്തപ്പോഴുള്ള ആ അഭാവാവസ്ഥയെയും പ്രകാശിപ്പിച്ചുകൊണ്ട് അതിനും സാക്ഷിയായിട്ട് ആ കളിവിളക്ക് ഏതു പ്രകാരമാണോ അവിടെ തന്നെ കത്തിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ സദാ പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യം, സാക്ഷി ചൈതന്യം. ചിദാദിത്യ സദാ ഭാസതി ഭാസതി ന ഉദേതി ന അസ്തമേതി. ആ ചിദാഭാസൻ എന്ന് പറഞ്ഞാൽ ആ ആത്മചൈതന്യത്തിൻ്റെ അന്ധക്കരണത്തിലുള്ള പ്രതിഭാസത്തെയാണ് ചിദാഭാസൻ എന്ന് പറയുന്നത്. ആ ചിദാഭാസൻ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല, സദാ ഭാസതി ഭാസതി, സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഏതു പ്രകാരമാണോ സൂര്യൻ ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല എങ്കിലും നമ്മൾ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുന്നതും പഠിപ്പിക്കുന്നതും സൂര്യൻ ഉദിക്കുന്നു, ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്നൊക്കെ തെറ്റ് പഠിപ്പിക്കുന്നത് പോലെ തെറ്റാണ് പഠിപ്പിക്കുന്നത്. സൂര്യൻ ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല, സൂര്യൻ സദാ പ്രകാശിച്ചു നിൽക്കുന്നു. ഭൂമിയുടെ കറക്കം കൊണ്ട് ഉദിക്കുന്നത് പോലെയും അസ്തമിക്കുന്നത് പോലെയും ഇങ്ങനെ കാണപ്പെടുന്നു. 42-ാമത്തെ മന്ത്രം കഴിഞ്ഞ ആഴ്ച എടുക്കാമെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് എടുക്കാതെ പോയി, സമയം കിട്ടിയില്ല. കാരണം ഇത് പറഞ്ഞങ്ങോട്ട് ബോധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ജോലി. കളയലുകാരൻ നിർത്താതെ കളച്ചുകൊണ്ടിരിക്കുന്നത് പോലെ നമ്മളിവിടെ കളച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ കളയ്ക്കുന്നത്? ആ നിലയിലെത്തുന്നതിന് വേണ്ടിയിട്ട്. കിണർ കുഴിക്കാൻ തുടങ്ങിയാൽ ജലം കിട്ടുന്നത് വരെ കിളച്ചല്ലേ ഒക്കൂ, കുഴിച്ചല്ലേ ഒക്കൂ. ഇടയ്ക്ക് തടസ്സങ്ങളുണ്ടായാൽ, പാറയുണ്ടായാൽ വെടിവെക്കണം, വെടിവെച്ച് പൊട്ടിക്കണം. അതുപോലെ ഈ പ്രഭാഷണം തുടങ്ങിക്കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്ന ആളുകളെ ആ അറിവിലേക്ക് ഉയർത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. നിങ്ങൾ ഉയരുന്നോ ഇല്ലയോ എന്ന് നോക്കേണ്ട കാര്യം നമുക്കില്ല, അതൊക്കെ നിങ്ങളുടെ കാര്യം. നിങ്ങൾക്ക് ഉയരണമെങ്കിൽ ഉയരാം, ഉയരുന്നില്ലെങ്കിൽ എന്താ അവസ്ഥ? പുഴുവിനെ പോലെ ഈ ഭൂമിയിൽ കിടന്ന് ഇങ്ങനെ ഇഴഞ്ഞ് അവസാനം വെടിതീരും. അതല്ല ഈ ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല. നായരുമല്ല, ഈഴവനുമല്ല, നാടാരുമല്ല, ഹിന്ദുവുമല്ല, ക്രിസ്ത്യാനിയുമല്ല, മുസൽമാനുമല്ല. ഞാൻ നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യം. ജാതി നീതി കുലഗോത്രദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തി യദ്ബ്രഹ്മ തത് ത്വമസി ഭാവയ ആത്മനി. തന്നിൽ അതിനെ ഭാവന ചെയ്യുക, അതിനെ തിരിച്ചറിഞ്ഞ് ബോധിച്ച് കേട്ട് അറിഞ്ഞ് മനസ്സിലാക്കി സ്വയം ഡിക്ലെയർ ചെയ്യണം, യെസ് ഐ എം ദാറ്റ്. ഏത്? എൻ്റെ ഉള്ളിൽ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും ആ ഉറക്കത്തിനും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം. ജാഗ്രത അവസ്ഥയിൽ ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും കേട്ടുകൊണ്ടിരിക്കുന്ന എന്നിലെ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് അതിനും സാക്ഷിയായിട്ട് ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സാക്ഷി ചൈതന്യം, അതിനെ കാണാതെ കാണണം. ദാറ്റ് ഈസ് ആർട്ട് ഓഫ് സ്പിരിച്വാലിറ്റി. ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു കല അല്ല. താടി വളർത്തിക്കൊണ്ട് നടന്നോ രുദ്രാക്ഷം ഇട്ടുകൊണ്ട് നടന്നുകൊണ്ടൊന്നും പ്രയോജനമില്ല. അതുകൊണ്ടൊന്നും ഇത് കിട്ടുകയില്ല. കുടുംബത്തിൽ ജീവിച്ചുകൊണ്ട്, ഭാര്യ, മക്കൾ, കുടുംബം എല്ലാവരോടൊപ്പം ജീവിച്ചുകൊണ്ട് എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഈ അനുഭവിക്കുന്നവനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ,
ഈ അനുഭവിക്കുന്നവനെയും കണ്ടുകൊണ്ട് അവനും സാക്ഷിയായിട്ട് ഈ ശരീരത്തിനകത്ത് അനുഭവരഹിതനായിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് കേട്ട് 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 ബോധിച്ച് 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 ആ ബോധനിലയിലേക്ക് ആരാണോ തന്നെ ഉദ്ധരിപ്പിച്ച് നിർത്തുന്നത് സദാ സദാ ആ ഭാവത്തിൽ തന്നെ നിൽക്കണം. ആ ഭാവത്തിൽ നിന്നുകൊണ്ട് എല്ലാ കർമ്മങ്ങളിലും വ്യാപരിക്കണം. ഒന്നിൽ നിന്നും ഒഴിയണ്ട. ബഹി കൃത്രിമ സംരംഭോ ഹൃദി സംരംഭവർജിത. ബാഹ്യമായിട്ട് എല്ലാ കർമ്മങ്ങളും പ്ലാൻ ചെയ്യുന്നു, നടത്തിക്കുന്നു. ഈ അറിവിലേക്ക് ഉയർന്നവൻ സാധാരണ ആളുകൾ ചെയ്യും പോലെ എല്ലാ കർമ്മങ്ങളും പ്ലാൻ ചെയ്യുന്നു, നടത്തുന്നു. അതാണ് ബഹി കൃത്രിമ സംരംഭോ ഹൃദി സംരംഭവർജിത. എന്തുകൊണ്ടാണ് ഹൃദി സംരംഭവർജിതനാകുന്നത്? അവൻ ആ ബോധത്തിലേക്ക് തന്നെ ഉയർത്തിക്കഴിഞ്ഞു. ഈ കർമ്മം ചെയ്യുന്ന ഞാനല്ല, എന്നിലെ യഥാർത്ഥ ഞാൻ. ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സാക്ഷി ചൈതന്യം അവൻ ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല. അവൻ ഒരു സംരംഭത്തിലും ഏർപ്പെടുന്നില്ല. അവൻ ഹൃദയഗുഹയിൽ ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഭഗവത്ഗീത. ഇത് ബഹി കൃത്രിമ സംരംഭോ സാമവേദത്തിലുള്ളതാണ്, മഹോപനിഷത്തിലെ മന്ത്രമാണ്. ഹൃദി കൃത്രിമ സംരംഭോ ബഹി കൃത്രിമ സംരംഭോ ഹൃദി സംരംഭവർജിത കർത്ത ബഹിർ അകർത്ത അന്തർലോഹേ വിഹര ശുദ്ധധി. ശുദ്ധധി ആരാ? ശുദ്ധബോധത്തോടു കൂടിയവൻ, ശുദ്ധബുദ്ധിയോടു കൂടിയവൻ, ശുദ്ധ ചിത്തത്തോടു കൂടിയവൻ. അവൻ ഇത് ഗ്രഹിച്ച് ഇതറിഞ്ഞ് വെളിയിൽ നോക്കിയാൽ സാധാരണ ആളുകളെ പോലെ എല്ലാ കർമ്മങ്ങളിലും വ്യാപരിക്കുന്നു. പക്ഷേ അവൻ ആ കർമ്മങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോഴും അവൻ തന്നിലെ ഞാനായിട്ടിരിക്കുന്നില്ല. പിന്നെയോ അവൻ തന്നിലെ താനായിട്ടിരിക്കുന്നു. താനായിട്ടിരിക്കുമ്പോൾ അവൻ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും ആ കർമ്മം അവനെ ബാധിക്കുന്നില്ല. ആ കർമ്മത്തിൻ്റെ ഫലം അവനിലേക്ക് വന്നെത്തുകയുമില്ല. ഇതാണ് ആർട്ട് ഓഫ് ലിവിങ്. എങ്ങനെ ജീവിക്കണം? ഇങ്ങനെ ജീവിക്കണം. അതെങ്ങനെയാണ് ജീവിക്കുന്നത്? അറിവിലൂടെ, തിരിച്ചറിവിലൂടെ. മഹോപനിഷത്ത് സാമവേദത്തിലെ മറ്റൊരു മന്ത്രം പറയുന്നു, സന്ത്യക്ത സർവാശോ വീതരാഗോ വിവാസനഃ. ഉള്ളിൽ സന്ത്യക്ത സർവാശോ, സർവ ആശകളെയും വെടിഞ്ഞവൻ. വീതരാഗോ വിവാസനഃ, യാതൊരു തരത്തിലുള്ള ആശകളുമില്ല, യാതൊരു തരത്തിലുള്ള വാസനകളാലും ബദ്ധനല്ല. വീതരാഗോ വിവാസനഃ ബഹി സർവസമാചാരോ ലോകേ വിഹര വിജ്വരഃ. എന്നാൽ പുറമേ നോക്കുമ്പോൾ അയാൾ എല്ലാ കർമ്മങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതെന്താ മറ്റേ സ്വാമിയെ വലിയ സ്വാമിയാണെന്ന് പറയുന്നല്ലോ. പക്ഷേ ഇയാൾ എല്ലാ കർമ്മങ്ങളിലും നമ്മളെപ്പോലെ നമ്മളോടൊപ്പം ജോലി ചെയ്യുകയല്ലേ, നമ്മളോടൊപ്പം കളിച്ച് ചിരിച്ച് നടക്കുകയല്ലേ. നടന്നാലെന്താ? അവൻ്റെ ഉള്ളിൽ ഭാവം എന്താണ്? ഈ കളിച്ച് ചിരിച്ചു നടക്കുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ഈ കളിച്ച് ചിരിച്ച് നടക്കുന്ന എന്നിൽ കളിക്കാതെ ചിരിക്കാതെ ഇരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം, എന്നിലെ താൻ. അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന ബോധത്തിലേക്ക് ഉണർന്ന് ആ ബോധത്തിൽ തന്നെ 24 മണിക്കൂറും തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുന്ന ഒരാളിന് മാത്രമാണ് ആ മുക്തിമാർഗം തുറന്നു കിട്ടുന്നത്. എന്തുകൊണ്ടാണ് 24 മണിക്കൂറും ആ ഭാവത്തിൽ തന്നെ ഇരിക്കണമെന്ന് പറയുന്നത്? ഈ 24 മണിക്കൂറിന് അകത്ത് ഏതെങ്കിലും സെക്കൻഡിലായിരിക്കും വെടി തീരുന്നത്. ഭയങ്കര വെടി. ആ സമയത്തും ഈ ഭാവമുണ്ടായിരിക്കണം. ആ വെടിതീരുന്ന സമയത്ത് ഈ ഭാവമുണ്ടായിരുന്നാൽ മാത്രമേ മോക്ഷമാർഗത്തിൽ എത്തിയിട്ടുള്ളൂ.
അതല്ലാതെ 23 മണിക്കൂർ 59 മിനിറ്റും ആ മാർഗത്തിലായിരുന്നു. അവസാനം 1 മിനിറ്റ് നോക്കിയില്ല, ആ ഭാവമില്ല, അപ്പം വെടിയും തീർന്നു. അപ്പോൾ എന്താ സംഗതി എങ്ങനാവും? ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ടി വിയിലൊക്കെ എഴുതി കാണില്ലേ, 24/7. ടി വി ചാനലുകളൊക്കെ എഴുതി കാണിക്കുന്നത് 24/7 എന്നെഴുതി കാണിച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? 7 ദിവസവും 24 മണിക്കൂറും തുറന്നിരിക്കും. അതാണ് 24/7. അതുപോലെ നിങ്ങളുടെ ഉള്ളിലും 24/7 ആയിരിക്കണം ഈ ബോധം. അവർക്ക് മാത്രമേ ആ പ്രാപ്തി ഉണ്ടാകൂ. എന്തുകൊണ്ടാണ്? മറ്റവനും നോക്കിക്കൊണ്ടിരിക്കുകയല്ല യവനെ എപ്പോൾ വെട്ടിക്കാമെന്ന്. 7 ദിവസവും അവൻ ആ ഭാവത്തിൽ തന്നെ ഇരുന്നു. അവസാനത്തെ 24 മണിക്കൂറിൽ 1 മിനിറ്റ് മാത്രം ആ ഭാവത്തിൽ ഇരിക്കുന്നില്ല എങ്കിൽ ആ സമയമായിരിക്കും നിൻ്റെ പരീക്ഷണ ഘട്ടം. അപ്പോഴായിരിക്കും വെടിശബ്ദം മുഴങ്ങുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ മാർഗം വളരെ ലളിതമാണെങ്കിലും മലർത്തി വച്ചിരിക്കുന്ന വാൾത്തലയുടെ പുറത്തുകൂടി നടക്കുന്നതിനേക്കാൾ അത്യന്തം ക്ലിഷ്ടമാണ്. കഠോപനിഷത്തിൽ പറയുമില്ലേ, കഠോപനിഷത്താണെന്ന് തോന്നുന്നു, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത ക്ഷുരസ്യ ധാര നിശിത ദുരത്യ ദുർഗം പദസ്ഥ കവയോ വദന്തി. ദുർഗമം, ഗമിക്കാൻ പ്രയാസം, എത്തിച്ചേരാൻ പ്രയാസം. എന്താ മാർഗം എന്നാണ് കവയോ വദന്തി, അറിവുള്ളവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ മാർഗത്തിലേക്ക് എത്തണം എന്നാഗ്രഹമുണ്ടെങ്കിൽ 7/24 മനസ്സിനകത്ത് കുറിച്ചിട്ടുള്ളൂ. ആധ്യാത്മികത ഏത് തരത്തിൽ ആയിരിക്കണം? 7/24 എന്ന് പറയുമ്പോൾ ആ 7/24 നിങ്ങളുടെ ഞാൻ ഭാവത്തിനുമുണ്ട്, നിങ്ങളുടെ താൻ ഭാവത്തിനുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, രണ്ടും നിങ്ങളിലുണ്ട്. 7/24 താൻ ഭാവത്തിലേക്ക് നിങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതേ 7/24 ഞാൻ ഭാവത്തിലും ഉണ്ട്. അതുകൊണ്ട് സങ്കടപ്പെടാനില്ല. ഞാൻ ഭാവത്തിൽ നിന്ന് നിങ്ങൾ ഒഴിയാൻ പറയുന്നില്ല, നിങ്ങൾ ഒഴിയേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ അവസ്ഥ എന്തായിരിക്കും? അതാണ് സാമവേദം പറഞ്ഞത്, നേരത്തെ പറഞ്ഞ മഹോപനിഷത്തിലെ മന്ത്രം എന്താ? ബഹി കൃത്രിമ സംരംഭോ ഹൃദി സംരംഭവർജിത. പുറമെ അവൻ ആളുകളുടെ ദൃഷ്ടിയിൽ കർമ്മനിരതനായിരിക്കുന്നു, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ കർമ്മരഹിതൻ. എന്തുകൊണ്ട്? അവൻ എപ്പോഴും തന്നെ തൻ്റെ സ്വരൂപത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു. എന്താ തൻ്റെ സ്വരൂപം? തന്നിലെ താൻ, ആ സാക്ഷി ചൈതന്യം. ജാഗ്രത അവസ്ഥയിലും കർമ്മനിരതനായിരിക്കുന്ന എന്നിലെ ഞാനിനെയും കണ്ടുകൊണ്ട് എന്നിലെ താൻ സാക്ഷിഭാവത്തിലിരിക്കുന്നു. ഇത് രണ്ടും തിരിച്ചറിഞ്ഞിട്ട്, ഇത് രണ്ടും തിരിച്ചറിയുന്നവൻ ജീവൻ. ഇതിപ്പോൾ കേൾക്കുന്നതിലൂടെ നിങ്ങൾ രണ്ടും തിരിച്ചറിയുന്നുണ്ട് ഇല്ലേ? രണ്ടും നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾക്കേത് വേണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ച് എവിടെ നിങ്ങൾക്ക് കൂട് കൂട്ടണം, എവിടെ സ്ഥിരമായിട്ടിരിക്കണം. നിങ്ങൾക്ക് മോക്ഷം വേണമെന്നുണ്ടെങ്കിൽ, ഇനി ജന്മമില്ലാത്ത നില ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളിലെ താനിൽ തന്നെ നിർത്തണം. തന്നിലെ താനിൽ, ആ സാക്ഷി ചൈതന്യത്തിൽ തന്നെ നിർത്തണം 24 മണിക്കൂറും. 7/24 യു ഹാവ് ടു കീപ് യുവർ ശ്രദ്ധ, യുവർ അറ്റൻഷൻ ദെയർ. ആ 24 മണിക്കൂറും 7 ദിവസവും നിങ്ങളിലെ ഞാൻ പ്രാരബ്ധാനുസാരം പ്രവർത്തന നിരതനായിരിക്കും. അതുകൊണ്ട് ഒരു നഷ്ടവും നിങ്ങൾക്ക് സംഭവിക്കുന്നില്ല. പിന്നെന്താ പാട്? ഇതുപോലെ ഒരു ആധ്യാത്മികത വേറെ എവിടെ കിട്ടും? 24 മണിക്കൂറും കർമ്മത്തിൽ നിരതനായിരിക്കാൻ പറയുന്ന സമയത്ത് തന്നെ 24 മണിക്കൂറും കർമ്മരഹിതനായിട്ടിരിക്കാനും സാധിക്കും. എങ്ങനെ? അറിവിലൂടെ,
തിരിച്ചറിവിലൂടെ. എന്താ തിരിച്ചറിവ്? ഞാനെന്ന് പറയുന്നത് ഈ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ നായരോ ഈഴവനോ ഒന്നുമല്ല. ഞാൻ നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യം, സർവ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ സർവേശ്വര ചൈതന്യം. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യൽസു അവിനശ്യന്തം യഃ പശ്യതി സ പശ്യതി. നശ്വരമായ ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ അനശ്വരമായ വസ്തു, ഒരിക്കലും നാശമില്ലാത്ത വസ്തു. വിനശ്യൽസു അവിനശ്യന്തം. നശ്വരമായ ഈ ശരീരത്തിനകത്തിരിക്കുന്ന അവിനാശിയായ വസ്തു, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് ഏതൊരാളാണോ തൻ്റെ ശ്രദ്ധയെ അതിലേക്ക് ഉയർത്തി നിർത്തുന്നത്, കേട്ട് കേട്ട് അറിഞ്ഞറിഞ്ഞ് അതിലേക്ക് ഉയർത്തുന്നില്ല എങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന സമയം നഷ്ടം. ഇല്ല, നഷ്ടമെന്ന് പറയുന്നില്ല. ഏതെങ്കിലും ജന്മത്തിൽ ഇത് നിങ്ങളുടെ ഉള്ളിൽ പ്രയോജനപ്പെടും. കാരണം ഇത് വിത്താണ്. ആ വിത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് വീഴുകയാണ്. ഇപ്പോഴത് മുളയ്ക്കുന്നില്ലെങ്കിൽ എപ്പോഴെങ്കിലും അത് മുളച്ചിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. എപ്പോഴെങ്കിലും എന്ന് പറഞ്ഞ് കാത്തിരിക്കാതെ ഇനി എപ്പോഴാണ് ഒരു മനുഷ്യ ജന്മം കിട്ടുന്നത്? ബ്രാഹ്മണ ശരീരത്തിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് അടുത്ത ജന്മത്തിൽ തന്നെ ആ മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം കിട്ടും. കാരണം എന്താണ്? അവർ സദാസമയവും ആ ഉയർന്ന ഭാവത്തിൽ ചിന്തിക്കുന്നവരാണ്. ഉയർന്ന ഭാവത്തിൽ എല്ലാ തരത്തിലും. അവരെയും കീഴേഴ്സ് പാർട്ടികളുണ്ട്, അവരൊക്കെ അധോഗതിയിലേക്കും പോകും. പക്ഷേ ആ ഉയർന്ന ഭാവനയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അടുത്ത ജന്മത്തിൽ മനുഷ്യജന്മം തന്നെ കിട്ടും. അതേ സമയത്ത് മറ്റുള്ള ആളുകൾക്ക് ക്ഷത്രിയ വൈശ്യ ശൂദ്രാദികൾ ആ തരത്തിലുള്ള ഉയർന്ന ഭാവത്തിൽ വാസനയോടുകൂടി ജീവിക്കുന്നവരല്ല. അതുകൊണ്ട് അവർ അടുത്ത ജന്മത്തിൽ നേരെ മനുഷ്യ ശരീരത്തിലേക്ക് വരണമെന്നില്ല. അതൊക്കെ അവരവരുടെ കർമ്മഫലാനുസാരം സംഭവിക്കും. കഴിഞ്ഞ പ്രഭാഷണത്തിൻ്റെ കമൻറ്റുകളുടെ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചിരുന്നു, സ്വാമിജി, യേശുദേവൻ്റെ കുരിശുമരണം കർമ്മഫലമാണോ? ഇടയ്ക്ക് ഒന്ന് വിശദീകരിക്കണം. ഞാനതിന് ബാക്കി എല്ലാത്തിനും മറുപടി കൊടുക്കാറുണ്ട്, എല്ലാത്തിനും മറുപടി കൊടുക്കാറുണ്ട്. ഇതിന് മറുപടി കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന സമയം കിട്ടിയില്ല. എന്താ, യേശുദേവൻ്റെ ജീവിതവും കുരിശുമരണവും കർമ്മഫലം തന്നെയാണ്. ആർക്കു വേണ്ടിയും അത് മാറ്റപ്പെടുന്നില്ല. എല്ലാം കർമ്മഫലാനുസാരം തന്നെയാണ്. അത് പ്രകൃതി നിയമമാണ്. ഒരുത്തർക്ക് വേണ്ടിയും അത് മാറ്റപ്പെടുന്നില്ല. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്ന് പറയുന്നത് പോലെ പ്രത്യേക സാഹചര്യങ്ങൾക്കനുസരിച്ച് ഞാൻ എന്നെ തന്നെ അവതരിപ്പിക്കും. ആ സമയത്തും കർമ്മഫലാനുസാരം അതിനനുയോജ്യമായ ശരീരം അവിടെ ഉണ്ടാകുന്നു. അത് അവൻ്റെ കർമ്മഫലം. ആ ശരീരത്തിൽ ഇദ്ദേഹം അങ്ങോട്ട് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയും കർമ്മഫലം തന്നെയാണ്. അതിനനുയോജ്യമായ ശരീരം ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ഭവിക്കുമ്പോൾ ആ ശരീരത്തിലേക്ക് ഈശ്വരാവേശം ഉണ്ടാകുന്നു. അങ്ങനെയാണ് തദാത്മാനം സൃജാമ്യഹം എന്ന് പറയുന്നത് പോലെയുള്ള അവതാര പുരുഷന്മാർ ഉണ്ടാകുന്നത്. അതുകൊണ്ട് കർമ്മഫലം ആർക്ക് വേണ്ടിയും മാറ്റപ്പെടുന്നില്ല. എല്ലാവർക്കും കർമ്മഫലം ബാധകം തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. നമുക്കെല്ലാം കർമ്മഫലം ബാധകം. അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി മാറ്റുകയാണെങ്കിൽ പ്രകൃതി തെറ്റിപ്പോകും, തെറിച്ചു പോകും, രാഷ്ട്രീയം പോലെ ആയിപ്പോകും. അല്ലേ? മിടുക്കുള്ളവർക്ക്, സ്വാധീനമുള്ളവർക്ക് അങ്ങനെ പോകും. ഇല്ല, ഇവിടെ അങ്ങനെയില്ല. എല്ലാം ഒരേ നിയമത്തിൽ, ഒരേ നിയമം, പ്രകൃതി നിയമം സകലർക്കും ഒരുപോലെ ബാധകമാണ്.
അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറയാൻ തുടങ്ങിയ മന്ത്രം 42-ാമത്തെ മന്ത്രം, ബാലേന ബ്രാഹ്മ്യമാണേന ഭ്രമതീവ യഥാ മഹി. തല കറങ്ങുന്ന അവസരത്തിൽ ബാലേന, ബാലം തല, നെറ്റി, ബാലേന ബ്രാഹ്മ്യമാണേന ഭ്രമതീവ യഥാ മഹി. തല കറങ്ങുമ്പോൾ ഭൂമി കറങ്ങും പോലെ നമുക്ക് തോന്നും, ഇല്ലേ? നമ്മൾ അടുത്തുള്ള ബെഞ്ചിലോ മേശയിലോ വാതിലിലോ ഒക്കെ പിടിച്ചൊക്കെ നിൽക്കും, എന്താ തല കറങ്ങുന്നു. ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ തല കറങ്ങുന്ന അവസരത്തിൽ ഭൂമി മൊത്തം കറങ്ങുന്നത് പോലെ നമുക്ക് തോന്നും. തല കറങ്ങിയിട്ടുള്ള ആളുകൾക്ക് അറിയാം. അതുപോലെ അഗോ അപ്യാത്മാ വിമൂഢേന ചലതീവ പ്രദൃശ്യതേ. അഗഹ അപി, നിശ്ചലമായിട്ടിരിക്കുന്ന ആ ആത്മചൈതന്യം, ഭ്രമതി വിമൂഢേന ചലതി ഇവ പ്രദൃശ്യതേ. മൂഢന്മാരാൽ ഈ ആത്മാവ് ചലിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണപ്പെടുന്നു. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഞാൻ നടക്കുമ്പോൾ എന്നിലെ താൻ നടക്കുന്നില്ല. എന്നിലെ താൻ എന്ന് പറയുന്നത് ആത്മചൈതന്യം. ഞാൻ അതിൻ്റെ പ്രതിബിംബം നടക്കുന്നു. അതിൻ്റെ പ്രതിബിംബം നടക്കുമ്പോൾ എന്നിലെ ബിംബം നടക്കുന്നില്ല, എന്നിലെ താൻ നടക്കുന്നില്ല, ആത്മചൈതന്യം നടക്കുന്നില്ല. പക്ഷേ ഇവിടെ പറയുന്നത് എന്താ? അഗോ അപ്യാത്മാ വിമൂഢേന ചലതി ഇവ പ്രദൃശ്യതേ, കാണപ്പെടുന്നു. ആത്മാവ് ചലിക്കുന്നതായിട്ട് കാണപ്പെടുന്നു. നമുക്ക് സുഖം വരുമ്പോൾ സന്തോഷിക്കുന്നു, ദുഃഖം വരുമ്പോൾ കരയുന്നു, പ്രയാസങ്ങൾ വരുമ്പോൾ അതിൻ്റെ പേരിൽ നാം വിഷമിക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ നാം ഈ ആത്മാവ് ചലിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ചിരിക്കുമ്പോഴും എല്ലാം അത് ആത്മാവിൻ്റെ ചലനമാണ്. ഈ ശരീരത്തിൻ്റെ ചലനങ്ങളെ ആത്മാവിൻ്റെ ചലനമായിട്ട് ഗണിക്കുന്നു. ആര്? മൂഢന്മാർ. ആരാണ് മൂഢൻ? ഞാൻ ഈ ശരീരമാകുന്നു എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നവൻ. നാഹം ദേഹോ ജന്മമൃത്യു കുതോമേ. ഈ ശരീരമല്ല ഞാൻ എന്ന് ബോധിച്ചിരിക്കുന്നവന് എവിടെ മരണം, എവിടെ ജനനം? ശരീരത്തിനാണതൊക്കെ. ഈ ശരീരത്തിലിരിക്കുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നു, ഞാൻ ഈ ശരീരമേ അല്ല. പിന്നെ ആരാ? ശരീരത്തിനകത്തിരിക്കുന്ന ശരീരി, ആ ബോധ ചൈതന്യം. ശരീരത്തിനകത്തിരിക്കുന്നത് കൊണ്ട് അതിനെ ശരീരി എന്ന് പറയുന്നു. ആ സാക്ഷി ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് സർവസാരോപനിഷത്തിൽ, അത് കൃഷ്ണ യജുർവേദത്തിലുള്ളതാണ്, നാഹം ദേഹോ ജന്മമൃത്യു കുതോമേ. ഈ ശരീരമേ അല്ല ഞാൻ, പിന്നെ എവിടാ എനിക്ക് ജന്മം, പിന്നെ എവിടാ എനിക്ക് മരണം? ഞാൻ എന്നിലെ യഥാർത്ഥ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഈ പ്രാരബ്ധാനുസാരം ഈ ശരീരത്തിന് അനുവദിച്ചിരിക്കുന്ന സമയം വരെ ഈ ശരീരം ജീവിച്ചിരിക്കും. ഏതുപോലെ? ഒരു പമ്പരത്തിൻ്റെ സൈഡിൽ കയറ് വരിഞ്ഞ് അങ്ങോട്ട് നീട്ടി എറിഞ്ഞ് ഒരു വലിച്ചു വിട്ടാൽ നിന്ന് കറങ്ങും. ആ കറങ്ങുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് കറങ്ങുന്നത്? അതിൽ പ്രയോഗിച്ചിരിക്കുന്ന ബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ കറക്കം. ആ ബലം തീരുമ്പോൾ, കറക്കം തീർന്ന് പമ്പരം ഏതു പ്രകാരമാണോ താഴെ വീഴുന്നത്, അതുപോലെ ജനിക്കുന്ന സമയത്ത് നമ്മളെ കറക്കി വിട്ടിരിക്കുകയാണ്. നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പമ്പരം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രയോഗിച്ചിരിക്കുന്ന ബലം തീരുന്ന സമയത്ത് അതാണ് മരണം. അപ്പോൾ ഇതിനിടയ്ക്ക് ഇത്തരം സത്സംഗങ്ങൾ കേട്ട് അറിഞ്ഞ് ഈ പമ്പരം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടപ്പനെന്ന് പറയുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ഈ കുട്ടപ്പനെന്ന ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിലെ കുട്ടപ്പനല്ലാത്ത തന്നിലെ താൻ, ആ സാക്ഷി ചൈതന്യം, ആ ബോധ ചൈതന്യം, അതാണ് തന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് ബോധിച്ച്
ജാഗ്രത അവസ്ഥയിൽ ആരാണോ അതിലേക്ക് തൻ്റെ ശ്രദ്ധയെ ബലപ്പിക്കുന്നത്, ആ ബലം സ്വപ്നാവസ്ഥയിൽ നിൽക്കും, സുഷുപ്തി അവസ്ഥയിൽ നിൽക്കും. പക്ഷേ ബലപ്പിക്കേണ്ടത് എവിടെ വെച്ചാണ്? ജാഗ്രത അവസ്ഥയിൽ. ജാഗ്രത അവസ്ഥയിൽ ഏതൊരാളിനാണോ ഇത് കേട്ട് 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 ആ ബോധത്തിലേക്ക് ഉണരാൻ തോന്നുന്നത്, അത് ശരിക്കറിഞ്ഞു കഴിഞ്ഞാൽ താനേ തോന്നും, താനേ തോന്നും, താനേ തോന്നും. യാതൊരു മാറ്റവും അതിനില്ല. ഞാൻ സന്യാസിയാകുന്ന സമയത്ത് ആരോടും ചോദിച്ചില്ല, ആരുടെയും അനുവാദമൊന്നും വാങ്ങിച്ചില്ല. അനുവാദത്തിനൊന്നും എനിക്ക് നോക്കേണ്ട കാര്യമില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ പഴുത്തിരിക്കുകയായിരുന്നു. പഴുത്തിരിക്കുന്ന പഴം ഏത് പ്രകാരമാണോ താനെ അടർന്നു വീഴുന്നത് അതുപോലെ അടർന്നു വീണു. സന്യാസം വാങ്ങിച്ചില്ലേ സ്വാമി എന്നൊരാൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. എന്നാൽ ഇപ്പോൾ സന്യാസം വാങ്ങിക്കണം. അടുത്ത ഉത്തരം ഞാൻ പറഞ്ഞു ഒന്നും സ്വാമി ഒന്നും മിണ്ടണ്ട, എല്ലാം ഞാൻ ഏറ്റു. ഞാൻ ഏറ്റു എന്ന് പറയുന്ന സമയത്ത് ഞാനും വേറൊരാളുമായിട്ടാണ് പോയിരിക്കുന്നത്. ആ പറയുന്ന സമയത്ത് തിരുവനന്തപുരത്തു നിന്ന് അദ്ദേഹം 2 സെറ്റ് ജോഡി കോറമുണ്ട് വാങ്ങിച്ച് കാഷായം ഡൈ ചെയ്ത് സഞ്ചിയിലിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. 2 സെറ്റ്. എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആ ബ്രഹ്മചാരി രാധാകൃഷ്ണൻ, അദ്ദേഹത്തിനും ആ സന്യാസം കിട്ടി എന്നോടൊപ്പം. 7 ദിവസം. എന്തിനാണ് അവർ പോയത്? ഹിമാലയത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്വാമി 7 ദിവസത്തെ ഭാഗവത സപ്താഹം നടത്തി ശരീരം വെടിയാൻ പോകുന്നു എന്ന് നോട്ടീസ് അടിച്ച് പരസ്യപ്പെടുത്തി. ഈ കലികാലത്തും ഇതുപോലെ പണ്ടത്തെ പോലെ ഭാഗവത സപ്താഹം നടത്തിയിട്ട് ശരീരം ഉപേക്ഷിക്കാൻ പോകുന്ന ഒരവസരമാണെങ്കിൽ അതിന് സാക്ഷ്യം വഹിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ പൊക്കളയാമെന്ന് പറഞ്ഞ് അങ്ങനെ ഹിമാലയത്തിലേക്ക് പോയതാണ് ആ യാത്ര. ഒരു 3-4 പ്രാവശ്യം പോയിട്ടുണ്ട്. ആ ഒരു യാത്രയിലാണ് ഈ സന്യാസം വന്ന് ഭവിച്ചത്. കാണാൻ പോയപ്പോൾ അദ്ദേഹത്തിന് ശരീരം വെടിയാൻ കഴിഞ്ഞില്ല, പക്ഷേ നമുക്ക് സന്യാസം വന്നു ഭവിക്കുകയാണ് ചെയ്തത്. നോക്കണേ, വിധി വിധി. അന്ന് ഞാൻ അധ്യാപകനാണ്, മോഡൽ സ്കൂളിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് കാഷായ വസ്ത്രത്തിൽ വന്നു. പിറ്റേ ദിവസം തൊട്ട് സ്കൂളിലെ കാഷായ വസ്ത്രത്തിൽ. അപ്പോഴാണ് ഒരാൾ വന്നത്, സ്വാമി രാജിവെക്കണമെന്നും പറഞ്ഞുകൊണ്ട്. കാരണം അപ്പോഴും ഈ അറിവ് നമ്മിലുണ്ട്. ഈ അറിവ് എങ്ങനെയാണ് കിട്ടിയത്? നിരന്തരമായിട്ട് പ്ലാവില കൊണ്ട് കഞ്ഞി കോരി കുടിക്കും പോലെ കുത്തിയിരുന്ന് 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 സ്വാധ്യായത്തിലൂടെ പട്ടകെട്ടിയ കുതിരയെപ്പോലെ. വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിലൂടെ തുടങ്ങി. വിവേകാനന്ദൻ്റെ കത്തുകളാണ് ആദ്യം വായിച്ചത്. വിവേകാനന്ദ സ്വാമി എഴുതിയ കത്തുകൾ. 8-9 വാള്യങ്ങളിലുള്ളതിൽ ഒരു വാള്യം കത്തുകൾ. ആദ്യം കൈ കിട്ടിയത് ജോലിയായിട്ട് ഭരതന്നൂർ കാട്ടിൽ. അന്ന് ഭയങ്കര കാടായിരുന്നു, ആനയും കരടിയും ഒക്കെ ഉള്ള കാട്. ഒരു കൈയില്ലാത്ത ഒരാൾ. ഞാൻ പോയി അവിടെ ഒരു മുറിക്കകത്ത് താമസം തുടങ്ങി. പോയപ്പോൾ സന്ധ്യയായപ്പം ആരാണ് ഇവിടെ താമസിക്കാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് ഒരാൾ വന്നെത്തി നോക്കിയപ്പം പകുതി കൈയില്ല, 1.5 കൈയേ ഉള്ളൂ. ഇവിടെ വെച്ച് മുറിച്ചിരിക്കുന്നു. ഒരു കൈയുണ്ട്. ആ അരക്കൈക്കകത്ത് ഒരു പുസ്തകം ഇരിക്കുന്നു. ഞാനിങ്ങനെ വർത്തമാനം കുറച്ച് നേരം പറഞ്ഞ് ആ പുസ്തകം എന്താണെന്ന് ചോദിച്ചു. നിങ്ങൾക്കൊന്നും വായിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞു. 1.5 കൈ പാർട്ടി. എന്നാലും നോക്കട്ടെ എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ അത് വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിലെ വിവേകാനന്ദൻ എഴുതിയ കത്തുകൾ. വിദേശത്തിരുന്ന് എവിടെ പോയപ്പോൾ ചിക്കാഗോയിൽ പ്രസംഗത്തിന് പോയില്ലേ, അവിടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ, അവിടെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ, ഇവിടെ ദക്ഷിണേശ്വരത്ത് രാമകൃഷ്ണദേവൻ്റെ ആശ്രമം കെട്ടിപ്പൊക്കുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ സന്യാസിമാർക്കെല്ലാം ഇങ്ങനെ നിരന്തരമായിട്ട് എഴുതിക്കൊണ്ടിരുന്ന കത്തുകൾ ഓരോന്നായിട്ട് ഞാനിങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് ആ പുസ്തകം വായിച്ച്, പുസ്തകം മാത്രമല്ല കിട്ടിയത്,
ഇടത് കൈയിലെ കക്ഷത്തിലെ അരക്കൈക്കകത്ത് എന്താ വിവേകാനന്ദൻ്റെ പുസ്തകവും വലതുവശത്ത് ഒരു കഞ്ചാവ് ബീഡിയും. കാടായിരുന്നു, അവിടെ കഞ്ചാവ് കൃഷിയൊക്കെ ഉണ്ട്. അങ്ങനെ ഞാനും അതുമായിട്ട് ബന്ധപ്പെട്ടു. സ്വാമി കഞ്ചാവ് വലിച്ചിട്ടുണ്ടോ? വലിച്ചിട്ടുണ്ട്. ഇപ്പോഴും വലിക്കുന്നുണ്ടോ? ഇല്ല, എത്രയോ കാലമായി. ബീഡി പോലുമില്ല, ബീഡിയോ സിഗരറ്റോ ഒന്നുമില്ല. ആ ഒരു കാലഘട്ടത്തിൽ അത് നമ്മുടെ ആവശ്യമനുസരിച്ചല്ല. ഒരേ സമയത്ത് വിവേകാനന്ദ സാഹിത്യ സർവസ്വവും വന്നു, കഞ്ചാവും വന്നു. കാരണം നമുക്ക് എമ്മതവും സമ്മതവും എന്നുള്ള നിലയ്ക്ക് ആ സമയത്ത് എല്ലാ മാർഗത്തിൽ കൂടെയും ആധ്യാത്മികതയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ആ കത്തിലൂടെ അങ്ങനെ മുന്നോട്ട് പോകുന്തോറും രാമകൃഷ്ണദേവനെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ പറഞ്ഞിട്ടുള്ളത് മുഴുവനും ആ ഗുരുവിനെക്കുറിച്ചാണ്. അസാരടാ ഈ വയസ്സൻ എന്ന് പറഞ്ഞ് ഈ കത്തുകൾ മുഴുവനും തീർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ 8 വോള്യങ്ങളും കുത്തിയിരുന്നങ്ങോട്ട് പഠിച്ചു. ഒന്നാമത്തെ വോള്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഭക്തിയോഗ, രാജയോഗം, കർമ്മയോഗം, ഭക്തിയോഗം, പാതഞ്ജല സൂത്രം, യോഗസൂത്രം. അന്ന് സംസ്കൃതമൊന്നും വലുതായിട്ടറിയില്ല, ഇന്നും വലുതായിട്ടറിയില്ല. എന്നാലും വടിയിടിച്ചും തടിയിടിച്ചുമൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മതി, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അത് മുഴുവനും കുത്തിയിരുന്ന് വായിച്ച് പഠിച്ചു. ഒരു സ്ഥലത്തും പോയിട്ടില്ല. വേറെ 1-2 പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാൻ പോയപ്പോൾ മല്ലംപിള്ള ആന കുത്തി കൊല്ലുന്ന കഥയൊക്കെയാണ് അവിടെ പ്രഭാഷണത്തിൽ കഥയായിട്ട് പറഞ്ഞത്. ആധ്യാത്മികതയൊന്നുമില്ല. നിങ്ങളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് ശുദ്ധമായ ആധ്യാത്മികത. വെള്ളം ചേർക്കാതെ ഒഴിച്ചു തരികയാണ്. എന്താ വെള്ളം ചേർക്കാതെ ഒഴിച്ചു കൊടുക്കുന്നത്? അതുപോലെ ശുദ്ധ ആധ്യാത്മികത. ഇത് കേട്ടാൽ നിങ്ങൾക്ക് ആ നിലയിലേക്ക് ഉയരാൻ സാധിക്കും. സ്വാമിക്ക് ദീർഘകാലം വേണ്ടി വന്നു. സ്വാധ്യായത്തിലൂടെ ദീർഘകാലമെടുത്തു. ദീർഘകാലം കുത്തിയിരുന്ന് സർവവും അത് മുഴുവൻ 6 വോള്യങ്ങളും മുഴുവനും പഠിച്ചതിന് ശേഷം രാമകൃഷ്ണ ഭജനാമൃതത്തിലേക്ക് കയറി. ആ ഗുരുവിനെ കണ്ടെത്തി. രാമകൃഷ്ണ ഭജനാമൃതത്തിലൂടെ കടന്നു കഴിഞ്ഞപ്പോൾ എന്താണ് സത്യം, എന്താണ് ബ്രഹ്മം എന്നുള്ളത് ശുദ്ധഭാവത്തിൽ കാച്ചി കുറുക്കി അങ്ങോട്ട് ഗ്രഹിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ഈ വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിലൂടെ 8 വാള്യം ത്തിൽ കൂടെ കടന്നു പോയപ്പോൾ, ഒന്നാമത്തെ വാള്യത്തിൽ കൂടി കടന്നു പോയപ്പോൾ തന്നെ 108 ഉപനിഷത്തുകളും എൻ്റെ കയ്യിൽ വന്നെത്തിക്കഴിഞ്ഞു. കാരണം ഒരു ഉപനിഷത്തിലെ ഒരു മന്ത്രം അവിടെ ഉദാഹരണമായിട്ട് കാണിച്ചാൽ ഉടനെ ഞാൻ ഉപനിഷത്ത് വാങ്ങിക്കും. ആ മന്ത്രത്തെ അവിടെ കണ്ടെത്തും. ആ മന്ത്രം പല ഭാഷകളിലുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത് മുഴുവനും വായിക്കും. ഹിന്ദിയിലും ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും ഒക്കെ എഴുതിയ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ മുഴുവനും വായിച്ച് അത് മുഴുവനും ഗ്രഹിക്കും. അങ്ങനെ 108 ഉപനിഷത്തുകളും ആ 108 ഉപനിഷത്തുകളിലെ സുപ്രധാന മന്ത്രങ്ങൾക്കുമൊക്കെ മന്ത്രങ്ങളെല്ലാം ഒരു നിധി പോലെ എനിക്ക് സ്വായത്തമായി. അതൊക്കെ കൊണ്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിലിരുന്ന് സത്സംഗം നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ മന്ത്രങ്ങളിൽ നിന്നുള്ള ഭാഗമാണ്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതും നാഹം ദേഹോ സർവസാരോപനിഷത്ത്. നാഹം ഇതിനാ എത്ര ലളിതം. നാഹം ദേഹോ ജന്മമൃത്യു കുതോമേ. ഞാൻ ഈ ദേഹമല്ല, പിന്നെ ആരാ? ഈ ശരീരത്തിനകത്തിരിക്കുന്ന ദേഹി, ആ സാക്ഷി ചൈതന്യം, അതാണ് എന്നിലെ താൻ. അതാണെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു, ബോധിച്ചു കഴിഞ്ഞു. എൻ്റെ ശ്രദ്ധ അതിലേക്ക് ഉണർന്നു കഴിഞ്ഞു. ഇനി ഞാൻ അത് തന്നെ 24 മണിക്കൂറും 7/24 ഐ എം ദാറ്റ്. അപ്പോഴും ഞാൻ ഭാവത്തിൽ നിങ്ങൾക്ക് സർവകർമ്മങ്ങളിലും വ്യാപരിക്കാം. അതാണ് നേരത്തെ പറഞ്ഞ മന്ത്രം. ബഹി കൃത്രിമ സംരംഭോ ഹൃദി
സംരംഭവർജിത. ഉള്ളിൽ ഞാൻ ഒന്നുമായിട്ടും ബന്ധപ്പെടുന്നില്ല, പക്ഷേ വെളിയിൽ എല്ലാവരെയും പോലെ സർവകർമ്മങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കർമ്മഫലങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ല. കാരണം എന്താണ്? ഞാൻ വെള്ളത്തിൽ കിടക്കുന്ന താമരയില പോലെ, പത്മപത്രം ഇവാംബസ. വെള്ളത്തിൽ കിടക്കുന്ന താമരയിലയിൽ ഏതു പ്രകാരമാണോ ജലം സ്പർശിക്കാതിരിക്കുന്നത്, അതുപോലെ ഏതു തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്താലും ആ കർമ്മം എന്നെ ബാധിക്കുകയില്ല. ആരെ? ആ അറിവിലേക്ക് ഉണർന്ന ജ്ഞാനിയെ. അതുകൊണ്ടാണ് ശ്രദ്ധ, എപ്പോഴും ശ്രദ്ധ വേണം. ശ്രദ്ധാവാൻ ബലവാൻ. ഈ നിങ്ങൾ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ ഞാനിലെ എൻ്റേതുകളെല്ലാം ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്, ഉള്ളതേ അല്ല. ഭാര്യ ഉള്ളതല്ലേ സ്വാമി? ഭർത്താവ് ഉള്ളതല്ലേ സ്വാമി? മക്കൾ ഉള്ളതല്ലേ സ്വാമി എന്നൊക്കെ നിങ്ങൾ ചോദിക്കാം. മക്കൾ മരിച്ചുപോയി കഴിഞ്ഞാൽ, ഭർത്താവ് മരിച്ചുപോയി കഴിഞ്ഞാൽ ഒക്കെ മരിച്ചു പോകുന്നില്ലേ? നിങ്ങൾ വെടി തീർന്ന യുദ്ധം നടക്കുന്ന ഭൂമിയിൽ എവിടെ സ്ത്രീയില്ല? നാസ അല്ലല്ലോ, ഗാസയിലെ വലിയ വലിയ മണിമാളികകളെല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് നിങ്ങൾ ടി വിയിൽ കാണുന്നില്ലേ? എവിടെ പോയി? അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ എവിടെ പോയി? എല്ലാം തകർന്നു പോകും. ആ തകർച്ചയിലേക്ക് എത്തുന്നതിന് മുൻപ് എന്തിന് നമ്മുടെ ഇവിടെ വയനാട്ടിൽ എന്താ സ്ഥലത്തിൻ്റെ പേര്? ചെട്ടിമുടിയ, ചൂരൽമല. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം അപ്രത്യക്ഷമായി. അതേ അവസ്ഥ നമുക്ക് ഏതു നിമിഷവും ഉണ്ടാകാം. അതുകൊണ്ട് ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത്, ഈ ശരീരത്തിൽ നിന്ന് ആ ജീവൻ പിരിയുന്നതിന് മുൻപ്, അത് ഉള്ളിലിരിക്കുന്ന സമയത്ത് ഈ അറിവിനെ ഗ്രഹിച്ച് സ്വയം ബോധിച്ച് നിങ്ങളുടെ ശ്രദ്ധയെ അതിൽ ബലപ്പെടുത്തണം, നിർത്തണം. ജാഗ്രത അവസ്ഥയിൽ ശ്രദ്ധാവാൻ ബലവാൻ ഭവതി യോ യഃ ശ്രദ്ധഃ സ ഏവ സഃ. ഏതൊരാളിൻ്റെ ശ്രദ്ധയാണോ അതിൽ ബലപ്പെടുന്നത്, അവൻ അതായിത്തീരും. ശരീരമാത്മാനം മന്യമാനഃ ശരീരാത്മാ ഭവസി. ഈ ശരീരമാണ് ഞാനെന്ന് തെറ്റിദ്ധരിച്ച് അതിൽ കെട്ടിപ്പിടിച്ചു കൊണ്ടിരിക്കുന്നവൻ ശരീരാത്മാവായിട്ട് ജനിച്ചും മരിച്ചും ജനിമൃതികളിലൂടെ ഈ സംസാരത്തിൽ ഗത്യന്തരമില്ലാതെ ജീവിച്ചു കൊണ്ടിരിക്കും. അതേസമയത്ത് സച്ചിദാനന്ദ സ്വരൂപ അഹമിതി മന്യമാനഃ. എന്താ സച്ചിദാനന്ദ സ്വരൂപം? ആ സാക്ഷി ചൈതന്യം, സത് ചിത് ആനന്ദം. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം, തന്നിലെത്താൻ എന്ന് ബോധിച്ച് ആ ബോധനിലയിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ മനസ്സിലാക്കി 7x24 24 മണിക്കൂറും 7 ദിവസവും സദാസമയവും ആ ഭാവത്തിൽ നമ്മുടെ ശ്രദ്ധയെ നിലനിർത്തണമെങ്കിൽ ആ മന്ത്രം സോഹം സോഹം സോഹം. ബാക്കി എല്ലാ മന്ത്രങ്ങളെയും കളഞ്ഞേക്കൂ. അതെല്ലാം നശ്വരങ്ങളായ മന്ത്രങ്ങളാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് മോക്ഷം കിട്ടുകയില്ല. ഒരു മന്ത്രത്തിലൂടെയും നിങ്ങൾക്ക് മോക്ഷം കിട്ടുകയില്ല. സ്വാമി കടുപ്പിച്ച് പറയരുത്. ഞങ്ങൾ ഇതുപോലെയുള്ള മന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. ആ മന്ത്രങ്ങളൊക്കെ നിങ്ങളുടെ ലൗകിക ജീവിതത്തിന് കൊള്ളാം. മായയാകുന്ന ഈ ലോകത്തിൽ മായയാകുന്ന ഐശ്വര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടും. എല്ലാം മായ, ഉള്ളതേ അല്ല, ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. ഉള്ളതായിട്ടുള്ള ആ സത്യസ്വരൂപം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങാതെ ഉണർവോടുകൂടി സ്വയം പ്രകാശിച്ചു നിൽക്കുന്നു. അതിനെ ജാഗ്രത അവസ്ഥയിൽ ഓരോരുത്തരും കാണാതെ കാണണം.
ആർക്കാണോ അതിനെ കാണാതെ കാണാനുള്ള പ്രാപ്തി ഉണ്ടാകുന്നത് അവൻ മാത്രമേ രക്ഷപ്പെടൂ. സമീ കടുപ്പിച്ച് പറയരുത്. അവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ. കാരണം എന്താ? ഇല്ലാതെ അങ്ങനെ മാർഗമില്ലല്ലോ, വേറെ മാർഗമില്ല. മോക്ഷത്തിന് വേറെ യാതൊരു മാർഗവുമില്ല ഒരു മതത്തിലും. ഇത് ഈ മതത്തിലുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, ഇത് സനാതന മതത്തിലുള്ളതാണ്, സർവ്വ ആളുകൾക്കും വേണ്ടിയുള്ളതാണ്. പക്ഷിമൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും, പക്ഷിമൃഗാദികളെല്ലാം വീണ്ടും ശരീരങ്ങൾ മാറി 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 മനുഷ്യ ശരീരത്തിലെത്തേണ്ടതാണ്. വൃക്ഷലതാദികളെല്ലാം ശരീരങ്ങൾ മാറി 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 വീണ്ടും മനുഷ്യ ശരീരത്തിൽ എത്താനുള്ളതാണ്. ആ മനുഷ്യ ശരീരത്തിൽ വെച്ച് കേൾക്കാൻ പോലും സാധിക്കാത്ത ഈ അറിവ്, ശ്രവണായ ബഹുവീർ യോ ന ലഭ്യ, കേൾക്കാൻ പോലും കിട്ടുകയില്ല ഈ അറിവ്. നിങ്ങൾക്ക് ചുമ്മാ ഇങ്ങനെ കേൾക്കാൻ കഴിയുന്നു, നിരന്തരമായിട്ട് കേൾക്കാൻ കഴിയുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ വില ഇതിന് തോന്നില്ല. സ്വാമി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇങ്ങനെ പറയാൻ തോന്നൂ. പറയുന്നവരോട് എനിക്ക് കൂടുതൽ സ്നേഹവുമുണ്ട്, സന്തോഷവുമുണ്ട്. വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എന്താ? നിങ്ങൾ വീണ്ടും വീണ്ടും പുഴുക്കളെ പോലെ ഇഴഞ്ഞ് നടക്കുന്നവരാണ് എന്ന് നാം ഉൾക്കണ്ണുകൊണ്ട് കാണുന്നു. എന്നാൽ നിങ്ങൾക്ക് ഈ നിമിഷം തന്നെ കണ്ണടച്ചു തുറക്കുന്നതിന് മുൻപ് തന്നെ ഒരു സെൻ സാധുവിനോട് ഒരാൾ വന്ന് ചോദിച്ചു, സ്വാമി അങ്ങ് സാക്ഷാത്കാരം നേടിയ ആളല്ലേ, ഇപ്പോഴെങ്ങനെയാണ് അങ്ങയുടെ ജീവിതം? ഇപ്പോഴെങ്ങനെ ജീവിതം? വിശക്കുമ്പം ഞാൻ ചോറ് കൊടുക്കും, ഉറക്കം വരുമ്പം ഞാൻ പാവിരിച്ചു കൊടുക്കും. ആർക്ക് പാവിരിച്ചു കൊടുക്കും? ആരെ ഊട്ടും? ഇവിടെ സ്വാമി മാത്രമല്ലേ താമസിക്കുന്നത്, പിന്നെ ആർക്കാണ് പാവിരിച്ചു കൊടുക്കുന്നത്? ആരെയാണ് ഊട്ടുന്നത്? അപ്പം സ്വാമി പറഞ്ഞു, സാക്ഷാത്കാരം നേടുന്നതിന് മുൻപ് എന്നിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാക്ഷാത്കാരം നേടിയപ്പോൾ എന്നിൽ രണ്ടു പേരുണ്ട്. ഒന്ന് എന്നിലെ ഞാൻ, മറ്റത് എന്നിലെ താൻ. സാക്ഷാത്കാരം നേടി ഞാൻ താനായിട്ടിരിക്കുമ്പോഴും എന്നിൽ ഞാനുണ്ട്. ആ ഞാൻ വിശക്കുമ്പോൾ ആഹാരം കഴിക്കും, ആ ഞാൻ ഉറക്കം വരുമ്പോൾ കിടന്നുറങ്ങും. അപ്പോൾ അവന് ഞാൻ ആഹാരം കൊടുക്കും. ഉറക്കം വരുന്ന അവസരത്തിൽ എന്നിലെ ഞാനിനെ ഞാൻ പാവിരിച്ചു കൊടുക്കുന്നതും ഞാൻ, കിടന്നുറങ്ങുന്നതും ഞാൻ. പക്ഷേ സാക്ഷിയായിട്ട് ഞാൻ എന്നിലെ താനായിട്ട് ഇരിക്കും. അതാണ് 7x24. ഇവിടെ കിട്ടിയ അതുപോലെ നിങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആ ഭാവം ഉണ്ടാക്കിയെടുക്കണം. വേണമെങ്കിൽ മതി. ഇനി ജന്മമില്ലാത്ത മോക്ഷനില വേണമെന്നുണ്ടെങ്കിൽ, ജനിമൃതികളില്ലാത്ത മോക്ഷനില, ഈ ശരീരത്തിൽ നിന്ന് വെടി തീരുന്ന അവസരത്തിൽ, അതെല്ലാവർക്കും വെടി തീരണമല്ലോ. സ്വാമിയുടെയും വെടി തീരും. സ്വാമിയുടെ വെടി വലിയ വെടിയായിരിക്കും, നിങ്ങളുടെ വെടി അതിനേക്കാളും വലിയ വെടിയായിരിക്കും. ആ വെടി തീരുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളിലെ താനിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴെന്താ സംഭവിക്കുന്നത്? നിങ്ങൾ എന്തായിട്ട് മാറി? കുടമുടഞ്ഞപ്പോൾ കുടത്തിനകത്തുണ്ടായിരുന്ന ഘടാകാശം മഹാകാശമായിട്ട് മാറി. ഇല്ലേ? കുടമുണ്ട്, കുടത്തിനകത്ത് ആകാശമുണ്ട്, കുടത്തിന് വെളിയിലും ആകാശമുണ്ട്. കുടമാകുന്ന ഉപാധിക്കകത്തിരിക്കുന്നത് കൊണ്ട് കുടത്തിനകത്തിരിക്കുന്ന ആകാശത്തെ കൊടാകാശം അല്ലെങ്കിൽ ഘടാകാശം എന്ന് പറയുന്നു. ആ ഘടാകാശം വെളിയിലുള്ള മഹാകാശവുമായിട്ട് യോജിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. എങ്കിലും കുടമാകുന്ന ഉപാധി ഉള്ളത് കൊണ്ട് കുടത്തിനകത്തുള്ള ആകാശത്തെ ഘടാകാശമെന്ന് പറയുന്നത് പോലെ ശരീരമാകുന്ന ഉപാധിക്കകത്തിരിക്കുന്ന ആ ജീവനെ ജീവാത്മാവെന്ന് പറയുന്നു. അപ്പോഴും അതിന് വെളിയിലുള്ള
മഹാകാശം പോലെ ഇരിക്കുന്ന പരമാത്മാവുമായിട്ട് ഏകീഭാവത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. കുടമുടഞ്ഞു പോയാൽ എന്താ സംഭവിക്കുന്നത്? ഘടാകാശം എങ്ങോട്ടും പോകുന്നില്ല, മഹാകാശമായിട്ട് തന്നെ ഇരിക്കുന്നു. കുടത്തിനകത്തിരുന്നപ്പോഴും അത് മഹാകാശം തന്നെയാണ്. പക്ഷേ കുടമുണ്ടായിരുന്നത് കൊണ്ട് ഘടാകാശം എന്നുള്ള ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അസത്യം, ആ പേര് അസത്യം. അതുപോലെ ശരീരമാകുന്ന ഉപാധിക്കകത്ത് നിങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് ജീവാത്മാവ് എന്ന് പറയുന്നു. ജീവാത്മാവായിട്ടിരിക്കുമ്പോഴും നിങ്ങൾ പരമാത്മാവ് തന്നെയാണ്. കുടമുടയുന്നത് പോലെ ഈ ശരീരം ഉടഞ്ഞാൽ, ഈ ശരീരം ഉടയുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മരണം. ഈ പ്രാരബ്ധാനുസാരം ഈ ശരീരത്തിൻ്റെ കാലവിധി തീരുമ്പോൾ, അവസാനിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഘടാകാശം മഹാകാശവുമായിട്ട് ചേർന്നതുപോലെ ചേരേണ്ട കുടമുടഞ്ഞു, അത്രേ ഉള്ളൂ, പിന്നെ ഇല്ല. അതുപോലെ അറിവ് നേടിയവൻ, ഈ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ കാണേണ്ടതിനെ കണ്ടവൻ, തന്നിലെ തന്നെ തിരിച്ചറിഞ്ഞവൻ, തന്നിൽ താനുമായിട്ട് യോജിച്ചവൻ, ദാറ്റ് ഈസ് കാൾഡ് യോഗ. ഇതാണ് യോഗ, യഥാർത്ഥത്തിലുള്ള യോഗ. മറ്റുള്ളതൊക്കെ യോഗ എന്നു പേരിലുള്ള യോഗാചാരങ്ങളാണ്. ഇത് യഥാർത്ഥത്തിലുള്ള യോഗ. യുജ്യതേ ഇത് യോഗ. ഏതുമായിട്ട്? തന്നിലെ പരമാത്മ ചൈതന്യവുമായിട്ട് യോജിക്കുന്നതാണ് യോഗ. യോജിച്ചു കഴിഞ്ഞാൽ പിന്നെ പുനർജന്മമില്ല. എന്താ പുനർജന്മമില്ലാത്തത്? യോജിച്ചു കഴിഞ്ഞു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ യോജിച്ചു കഴിഞ്ഞു. ആ ജീവിച്ചിരിക്കുമ്പോൾ ജാഗ്രത അവസ്ഥയിൽ അതുമായിട്ട് യോജിപ്പിക്കുന്ന വിദ്യയാണ് യോഗ. അത് എത്ര പണിപ്പെട്ടും ആർക്കാണോ നേടാൻ കഴിയുന്നു? ഒരു പ്രയത്നത്തിൻ്റെയും ആവശ്യമില്ല, ഒന്നും ഉപേക്ഷിക്കേണ്ടതായിട്ടില്ല. എല്ലാ കർമ്മങ്ങളിലും വ്യാപരിച്ചുകൊണ്ട് സ്വാമി സിനിമ കാണാൻ പോവാമോ? പൊയ്ക്കോ, കാണണമെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ പൊയ്ക്കോ. ഞാൻ ഇടയ്ക്ക് ഒരു സിനിമ കണ്ടു. ഏതാണ്? ഞാൻ പറഞ്ഞു ഇവിടെ, പൃഥ്വിരാജ് അഭിനയിച്ച ആടുജീവിതം. ആടുജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കുട്ടിയുടെ മകനായതുകൊണ്ടാണ്. മല്ലിക നമ്മുടെ മോഡൽ സ്കൂളിലെ ഒരു കുട്ടിയായിരുന്നു. ഞാൻ ടീച്ചറായിരുന്നപ്പോൾ നമ്മുടെ ശിഷ്യയാണ്. അപ്പം മകൻ, ഇവരൊക്കെ നമ്മുടെ ശിഷ്യന്മാരാണ്. മോഹൻലാലും അവരൊക്കെ നമ്മുടെ ശിഷ്യന്മാരാണ്. എല്ലാം മോഡൽ സ്കൂൾ പാർട്ടികളാണ്. മോഹൻലാൽ, പ്രിയദർശൻ, മണിയമ്പിള്ള രാജു, എല്ലാം എത്ര ആളുകൾ, MG ശ്രീകുമാർ, എല്ലാം നമ്മുടെ ശിഷ്യന്മാരാണ്. പിന്നെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്നല്ലേ കിട്ടേണ്ടത്. ഇന്ന് നിങ്ങൾ പള്ളിക്കുറിച്ച് ചെന്ന് നോക്ക്, ഗുരുക്കന്മാരിൽ അടിയില്ല. ഗുരുക്കന്മാർ ഒരടി കൊടുത്താൽ ഗുരു പോലീസ് സ്റ്റേഷനിൽ ആയിരിക്കും. അതിൻ്റെ അവസ്ഥ എന്താണ്? ഒരു പുരോഗതിയുമില്ല, എല്ലാം നാശത്തിലേക്കാണ് പോകുന്നത്. അന്ന് ഗുരുവായിരുന്നു, അന്നത്തെ ഗുരു, ഇന്നത്തെ കുരു. അതാണ് ഗുരുക്കന്മാർക്കുള്ള വ്യത്യാസം. ഗൂയും കൂയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയണം. അപ്പോൾ ഇതിൻ്റെ ഓർഗനൈസർ ടാറ്റ, മഹേഷ് ടാറ്റ കൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ മകൾ MSc സെക്കൻഡ് റാങ്കായിട്ട് പാസ്സായി. ആ കുട്ടിയെയും കൊണ്ട് ഒരു കോഴ്സിന് പഠിപ്പിക്കാൻ വേണ്ടി ബാംഗ്ലൂർ പോയിരിക്കുകയാണ്, ചിക്കമംഗ്ലൂരിൽ പോയിരിക്കുകയാണ്. അവിടെ ചേർത്ത് കഴിഞ്ഞു. ആ കുട്ടി MSc സെക്കൻഡ് റാങ്കിൽ പാസ്സായിരിക്കുന്നതുകൊണ്ട് ഒരു കാപ്പിയോ ചായ വടയോ ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ നില, നമ്മൾ ഇതുവരെ പറഞ്ഞ ആ നില എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഓ